ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ആവിയിൽ വേവിച്ചൊരു നല്ലൊരു നാല് മണി പലഹാരമാണ് കേട്ടോ. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് നമുക്ക് ബണ്ണ് പോലെ കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, നമുക്ക് ചിക്കൻ വേണം. ഇതിന് ഞാൻ എന്താ ചെറിയ പീസാക്കിയിട്ട് ബ്രസ്റ്റ് പീസ് എടുത്തത്. ഇതിൽ ഉപ്പും മുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഇട്ട് പുരട്ടി വെച്ചതാട്ടോ. അത് വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇത്രയും ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തത്. ഒരു ടീസ്പൂണോ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഓയിൽ. അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റില്ലേ, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ രണ്ടും കൂടി മിക്സാക്കി അരച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ അത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ അര ടീസ്പൂണായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സാക്കി നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം ഇത് ബ്രസ്റ്റ് പീസുമാണ്, ചെറിയ പീസാക്കിയാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പകുതി വേവാകുമ്പോൾ, ഒരു 1/4 വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാണ്ട്, ഇതിലേക്കുള്ള ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇതാക്കുന്ന ഒരു 1/4 വേവായതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ച ഉള്ളി ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കവും വേണം, കുഞ്ഞാക്കി അരിഞ്ഞത്. ആദ്യം ഉള്ളി ഒന്നിട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടോ. അതാക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഈ 2 വെജിറ്റബിളാണ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ, കുഞ്ഞാക്കി അരിഞ്ഞിട്ട്. പിന്നെ ഇതിലേക്ക് തന്നെ ടൊമാറ്റോൻ്റെ പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് കയ്യിലില്ലെങ്കിൽ കെച്ചപ്പില്ലേ നമ്മളെ, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ്, പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇട്ട് കൊടുത്തത് കസൂരി മേത്തി ഇല്ലേ, നമ്മൾ കസൂരി മേത്തി, അതാണ് ഇട്ട് കൊടുത്തത് 1/2 ടീസ്പൂൺ കേട്ടോ. അതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വെജിറ്റബിളിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇട്ട് കൊടുത്തത് ഫ്രഷ് ക്രീമാണ്, അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല ഞാനിപ്പോൾ അത് ആ ഫ്രഷ് ക്രീം കൂടി ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട് മസാല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കട്ടോ, ചെറുതാക്കി അതിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് മാവ് വേണം. ഈ മാവ് ഞാൻ കുഴച്ച് വെച്ചാൽ കേട്ടോ. ഇത് നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് പൊങ്ങാൻ വേണ്ടി വെച്ചതാണ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ആക്കി കുഴച്ച് വെച്ച് 2 മണിക്കൂർ പൊങ്ങാൻ വെച്ചതാണ് കേട്ടോ. ആ പൊങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടില്ല. അത് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. മാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഈസ്റ്റും പഞ്ചസാരയും ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ച് വെച്ചതാണ് ഈ മാവ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വെക്കട്ടോ നിങ്ങൾ. അപ്പോൾ അതിങ്ങനെ കുഞ്ഞായിട്ട് നമ്മൾ ഇങ്ങനെ ബോളാക്കി എടുത്ത് വെക്കട്ടോ. ഞാനിപ്പോൾ അത് 2 മണിക്കൂർ പൊങ്ങിയതിന് ശേഷം കേട്ടോ ഇതിപ്പോൾ അതങ്ങനെ ബോളാക്കി എടുക്കുന്നത്. കുറച്ച് പൊടി ഇങ്ങനെ നമ്മൾ തൂക്കുക, അതിന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലാണ്ട് ഇങ്ങനെ ഒട്ടിട്ടോ. കുറച്ചൊരു സ്റ്റിക്കി മോഡലുള്ളൊരു ഡോ ആണ് ഇതുണ്ടാകുക. നമ്മൾ ബണ്ണിനൊക്കെ കുഴക്കുന്ന അതേ രീതി തന്നെ കേട്ടോ. ഞാൻ മൈദ ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അപ്പോൾ അത് ഇങ്ങനെ ഉരുളാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അല്ലേ, ചിക്കൻ മസാല, അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് കേട്ടോ. നമുക്ക് ചിക്കൻ മസാലക്ക് നല്ലൊരു ബട്ടർ ചിക്കൻ്റെ ഫ്ലേവറാണ് വരിക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളതിൽ ഫ്രഷ് ക്രീമും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ആ മസാലക്ക്. പിന്നെ ഗരം മസാല നിങ്ങൾ ഇടുകയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഗരം മസാലയും കുറച്ച് ചെറിയ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഫ്ലേവർ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഗരം മസാല നിങ്ങളൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നോട് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇത് ഫില്ല് ചെയ്ത് ബോളാക്കിയതാ കണ്ടോ, ഈ രീതിയിൽ അങ്ങ് എടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്കൊന്നുമില്ല, ഒരു 15-20 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇഡ്ഡലി തട്ട് വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഒരു 6-8 എണ്ണം കൊള്ളൂ. ഞാൻ താഴെ മേലായിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ 8 എണ്ണം കൊള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തടിവതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇഡ്ഡലി തട്ടിൽ ഇതാ 4 എണ്ണം താഴെ മേലെ
5 എണ്ണവും കൊള്ളും. ആ രീതിയിൽ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ ട്രിപ്പിന് കുറേ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട്. നമ്മൾ എണ്ണയിലൊന്ന് പൊരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികളെല്ലാം കഴിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ. ഞാൻ ഇതേ ഡോ വെച്ചിട്ട് ബേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓവനിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മുട്ടയുടെ ഇത് മുകളിൽ പുരട്ടി കൊടുക്കുക ബേക്ക് ചെയ്യുമ്പോൾ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. അത് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മണ്ണ് ഇനി ഇതാക്കുന്ന പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റും. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആവും കേട്ടോ. 15 മിനിറ്റ് മാക്സിമം. നല്ല ടേസ്റ്റാണ്. അതാക്കുന്ന ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ. ഉള്ളിൽ നമ്മൾ ആ ചിക്കൻ്റെ കുറച്ച് എരിവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാവും. നല്ല ചെറിയ എരിവിലായിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കമൻസൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. അടുത്ത റെസിപ്പി